ഷഫി, കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് വി.ഡി. സതീശനുമായി ബന്ധപ്പെട്ടത്. അതായത് അങ്ങേർക്കെതിരെ സംസാരിക്കുന്ന മാധ്യമങ്ങളൊക്കെ വിലക്കേർപ്പെടുത്തുന്ന ഒരു നിലപാടാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എന്ത് തോന്നുന്നു അത്? ശരിക്കും ഞാനിത് ചിന്തിച്ചു, നമ്മുടെ ഈ പ്രധാനമന്ത്രി മൻ കി ബാത്ത് നടത്തുന്ന ഒരു സംഗതിയുമായിട്ടാണ് എനിക്ക് ശരിക്കും തോന്നുന്നത്. അതായത് ഞാൻ രാജാവാണ്, ഞാൻ പറയുന്നത് മാത്രമേ നിങ്ങൾ കേൾക്കാവൂ, നിങ്ങൾ എനിക്കെതിരെ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പാടില്ല എന്നുള്ളൊരു ധാരണ പൊതുസമൂഹത്തിന് മുൻപിൽ കൊടുത്തിട്ടാണ് പ്രധാനമന്ത്രി എന്ത് ചെയ്യുന്നത്, മൻ കി ബാത്ത് കൊണ്ടുവരുന്നത്. ഏകദേശം 10 വർഷമായി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ റെപ്രസെൻ്റ് ചെയ്തിട്ട്, അവരെ ഒന്ന് ഫേസ് ചെയ്തിട്ട്, അതിനോടൊക്കെ ഒരു ഉപമയുണ്ടാക്കുന്ന രീതിയിൽ എനിക്കെതിരെ സംസാരിക്കുന്നവരെല്ലാം എന്താണ് അങ്ങ് നാവരിയപ്പെടണം എന്നുള്ളൊരു സവർണ അല്ലെങ്കിൽ ഒരു ഫാസിസ്റ്റ് ബോധം എന്നുള്ളതാണ്. ശരിക്കും അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാനാണ് എനിക്ക് താല്പര്യം. ഒരു ഫാസിസ്റ്റ് ചിന്താഗതി വി.ഡി. സതീശൻ കൊണ്ടുവരികയാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു തുടക്കമാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു കാർഡ്. അതായത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാൾ MDMA കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ട് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ നേതൃത്വം നൽകി അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ട് വി.ഡി. സതീശൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാൾ പിടിക്കപ്പെടുന്നു. സ്വാഭാവികമായിട്ടും അതിൻ്റെ കാർഡ് മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരില്ലേ? അപ്പോൾ ആ ഒരു സാധനത്തെ അങ്ങ് കട്ട് ചെയ്യുകയാണ്. അത് തുടർച്ചയായിട്ട് ഒന്നല്ല രണ്ടല്ല ഒന്നിലധികം തവണ ഇത്തരത്തിൽ കട്ട് ചെയ്യുന്നു. അതായത് ഒരു രാജവാഴ്ചക്കാലത്തിലേക്കാണ് നമ്മുടെ നാടിനെ ഇദ്ദേഹം കൊണ്ടുപോകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഞാനൊന്ന് സംശയിച്ചു പോകുന്നുണ്ട്. കാവ്യയ്ക്ക് തോന്നുന്നു? എനിക്കും അങ്ങനെ തന്നെയാണ്. റിപ്പോർട്ടറിൻ്റെ മാത്രമല്ല, മറ്റ് ചാനലുകളുടെ കാർഡുകളും ഇതുപോലെ തന്നെ മെറ്റ നീക്കം ചെയ്തിട്ടുണ്ട്. അതായത് കലാപാഹ്വാനം ഉണ്ടാകും അത്രേ, കലാപം ഉണ്ടാകും അത്രേ എന്നുള്ള ആ ഒരു വകുപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ രീതിയിൽ നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ള, അതായത് നമ്മുടെ ഏറ്റവും അവസാനം TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് 11 ദിവസം എടുത്തു നമ്മുടെ പോലീസിന്. അത് പക്ക കലാപാഹ്വാനം ഒരു തേർഡ് റേറ്റ് മാധ്യമത്തിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞിട്ട്, ഒരു മൂന്നാംകിട ചാനലിരുന്ന് ഒരു മഞ്ഞപത്രത്തിലിരുന്നു കൊണ്ട് നമ്മുടെ രാജ്യത്തെ യുവാക്കളെ അധിക്ഷേപിച്ച, അപമാനിച്ച്, ഇത്രയും വൃത്തികെട്ട ഭാഷയിൽ അധിക്ഷേപിച്ച TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഇത്രയും 11 ദിവസം എടുത്തു. അത് അറസ്റ്റ് ചെയ്തത് ഈ അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്തത് കൊണ്ട് മാത്രം, അങ്ങനെ എനിക്കത് തോന്നിയിട്ടുള്ളത്. ഈ അർജുൻ ആയങ്കിയുടെ സംഗതിയും കേരള പോലീസും തമ്മിലുള്ള ഒളിച്ചുകളിയിലും കണ്ണുപൊത്തിക്കളിയിലും ഇടയിൽ എന്താണെങ്കിലും ഞങ്ങൾ TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, 10 വർഷത്തിന് ശേഷം ഒരു RSSകാരനെ ഞങ്ങൾ ജയിലിലിട്ടിരിക്കുന്നു എന്നുള്ളൊരു നിലപാട് പറയാതെ പറഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. പക്ഷേ ഇത് സംഗതി ശരിക്കും TG മോഹൻദാസിൻ്റെ വിഷയത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള വകുപ്പ് അതിൻ്റെ അകത്ത് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വകുപ്പ് അതിൽ നിന്നും വളരെ ലളിതമായിട്ട് തന്നെ അവിടെ പ്രതിഷേധത്തിനെത്തിയ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യണം എന്നാണ്. അപ്പോൾ ഈ ബലാത്സംഗം ചെയ്യണമെന്നുള്ള ആ ഒരു രീതിയിലൊക്കെ സംസാരിച്ച് ഈ രീതിയിൽ സംസാരിച്ച TG മോഹൻദാസ് നടത്തിയത് കലാപാഹ്വാനമല്ല, തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന RV ബാബുവിനെ പോലെയുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരുന്ന വിഷപ്രസ്താവനകൾ, കലാപാഹ്വാന ശ്രമങ്ങൾ, ഇതൊന്നും ഈ വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം മെറ്റ ഉപയോഗിച്ചുകൊണ്ട് ഈ തരത്തിലുള്ള കണ്ടന്റുകൾ കൊടുക്കുന്നവരെ നീക്കം ചെയ്യാനായിട്ട് തയ്യാറാകുന്നില്ല. എന്നാൽ മുഖ്യധാരാ മാധ്യമങ്ങളും അതുപോലെ തന്നെ നവമാധ്യമങ്ങളും കൊടുക്കുന്ന വാർത്തകളെ അല്ലെങ്കിൽ കാർഡുകളെ എനിക്കെതിരാണ്, എൻ്റെ ഭരണത്തിനെതിരാണ് എന്നുള്ളത് ഒരൊറ്റ കാരണം മുൻനിർത്തിക്കൊണ്ട് അത് ഒഴിവാക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ഫാസിസ്റ്റ് നടപടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ വി.ഡി. സതീശൻ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല നടപടികൾ, ഈ പറഞ്ഞ പോലെ അർജുൻ ആയങ്കിയുടെ സംഭവം, നമ്മൾ ശരിക്കും അർജുൻ ആയങ്കി എന്ന് പറയുന്ന ആളൊരു ക്രിമിനലാണ് എന്നുള്ള കാര്യത്തിൽ വലിയ തർക്കമൊന്നുമില്ല. പക്ഷേ അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് മാത്രം ഇത്രയും വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കേണ്ട ഒരു കാര്യമുണ്ടോ എന്നുള്ളത് നമ്മളവിടെ ചർച്ച ചെയ്തു പോകേണ്ട ഒരു കാര്യമാണ്. എന്നാൽ TG മോഹൻദാസിൻ്റെ വിഷയം വരുമ്പോൾ ദേശീയ തലത്തിൽ വളരെയധികം സെൻസേഷണലായിട്ടുള്ള ഒരു വിഷയത്തെ ഇമാതിരി തേർഡ് റേറ്റ് വാക്കുകൾ കൊണ്ട് അധിക്ഷേപിച്ച ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ 11 ദിവസം എടുക്കുന്നു. മാധ്യമങ്ങൾ തനിക്കെതിരെ സംസാരിച്ചാൽ അതിനെ വിലക്ക് ഏർപ്പെടുത്തുന്ന സാഹചര്യം, ഈ രീതിയിലുള്ള സംഗതികൾ പറഞ്ഞു വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു രാജവാഴ്ചക്കാലത്തിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങൾ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ 3-ാം തൂണല്ലേ.
അപ്പോൾ ആ നിലയിൽ നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കേണ്ട മാധ്യമങ്ങൾക്ക് മുകളിൽ ഒരു അധികാരം സ്ഥാപിക്കാനായിട്ടാണ് വി ഡി സതീശൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് കാവ്യയ്ക്ക് തോന്നുന്നത്? ഒരു മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ശക്തമായിട്ടുള്ള ഒരു ലംഘനമായിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഇതിപ്പം നരേന്ദ്രമോദിയും അതുപോലെ തന്നെ അമിത്ഷായും എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത് അതേ ഒരു ലൈനിലാണ് വി ഡി സതീശൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തങ്ങൾക്ക് എതിരായി വരുന്ന ശബ്ദങ്ങളെ എങ്ങനെയൊക്കെ ഇല്ലാതാക്കാൻ പറ്റുമോ അത് ആ രീതിക്കൊക്കെ വി ഡി സതീശൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ക ഒരു പ്രൊപ്പഗാണ്ട പൊളിറ്റിക്സിലേക്ക് കേരളത്തെ കൊണ്ടുപോകാനും ദുരൂഹമായിട്ടുള്ള പ്രവർത്തികളിലൂടെയും ചെയ്തികളിലൂടെയും മാധ്യമങ്ങളെയും അതുപോലെ തന്നെ തങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്നവരെയും നിശബ്ദമാക്കാനായിട്ടാണ് വി ഡി സതീശൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും മൂന്നാംകിട മാധ്യമങ്ങളുടെ പണിയെടുക്കാനും പാദസേവ ചെയ്യുവാനും കഴിയാത്ത മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി വരാൻ വേണ്ടി പോകുന്നത് ഒരു അടിയന്തരാവസ്ഥ കാലമായിരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നരേന്ദ്രമോദിയുടെ മൻ കി ബാത്തും അതുപോലെ തന്നെ വി ഡി സതീശൻ്റെ മെറ്റ ഉപയോഗിച്ചുള്ള ഈ നിയന്ത്രണങ്ങളും നമ്മുടെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ്.